പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCERT സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ പഠിക്കുകയാണ്. 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ അല്ല ഭൂഖണ്ഡങ്ങളിലൂടെ വൻകരകളുടെ പ്രത്യേകതകൾ പഠിക്കുക. 3ാമത്തെ ക്ലാസ്സാണിത്. ഭൂഖണ്ഡങ്ങൾ എന്ന ചാപ്റ്ററിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുറപ്പിച്ചത് ഇതിനെക്കുറിച്ച് ഏഷ്യ വൻകരയെക്കുറിച്ച്. കഴിഞ്ഞ ക്ലാസ്സിലെ 2ാമത്തെ പാട്ടിലൂടെ നമ്മൾ പഠിച്ചുറപ്പിച്ചത് ആഫ്രിക്ക വൻകരയും വടക്കേ അമേരിക്കയും. മറ്റ് 4 വൻകരകൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ആരംഭിച്ചാലോ? ആമസോൺ തടത്തിൽ നിന്ന്. ആമസോൺ നമുക്കറിയാം തെക്കേ അമേരിക്കയിലാണ് അല്ലേ? ആമസോൺ മഴക്കാടുകൾ നമുക്കേറെ പരിചിതമാണ്. ലോകത്തെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ മഴക്കാട്. അതുകൊണ്ട് ആമസോൺ മഴക്കാടിനെ ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പോൾ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മഴക്കാട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോൺ മഴക്കാടാണ് എന്ന കാര്യം ദയവായി ഓർമ്മിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? യെസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സസ്യ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ മഴക്കാടാണ് ആമസോൺ മഴക്കാട്. പക്ഷെ അവിടെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവികൾ കാണപ്പെടുന്നത് ആഫ്രിക്കയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവികൾ കാണപ്പെടുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയ. അത് മറക്കാൻ പാടില്ല. ലോകത്ത് മറ്റ് സ്ഥലങ്ങളില്ലാത്ത വിധം അനേകം സസ്യ ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് ആമസോൺ മഴക്കാടാണെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവികൾ കാണപ്പെടുന്നത് ആഫ്രിക്ക വൻകരയിലാണ്. ആഫ്രിക്ക വൻകരയിലെ ടാൻസാനിയ എന്ന രാജ്യത്താണ്. ക്ലിയർ? ഗഡ്. അപ്പോൾ ആമസോൺ എന്ന മഴക്കാടിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ 2 കാര്യം കൂടെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഈ ആമസോൺ മഴക്കാടുകളിലാണ് അനക്കൊണ്ട എന്ന പാമ്പ് കാണപ്പെടുക. ലോകത്ത് ഏറ്റവും വലിയ പാമ്പ്, വിഷമില്ല എങ്കിൽ. അപ്പോൾ അനക്കൊണ്ട എന്ന പാമ്പ് വർഗം കാണപ്പെടുന്നത് എവിടെയാണ്? ആമസോൺ മഴക്കാടുകളിലാണ് അനക്കൊണ്ട. പിന്നെ പിരാന മത്സ്യം കേട്ടിട്ടുണ്ടോ? ഈ പിരാന മത്സ്യം കാണപ്പെടുന്നതും ഇവിടെ തന്നെ. പിരാന മത്സ്യം കാണപ്പെടുന്നതും ആമസോൺ മഴക്കാടുകളിൽ തന്നെ. പിരാന മത്സ്യത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമായിരിക്കാം. തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രത്യേക മത്സ്യമാണ്. മനുഷ്യ മാംസം കഴിക്കുന്ന, ഇപ്പൊ നമ്മൾ ആ ഒരു പിരാന ഉള്ള സ്ഥലത്താണ് ഇറങ്ങുന്നതെങ്കിൽ വളരെ മൂർച്ചയേറിയ പല്ലോട് കൂടിയവയാണ്. നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിരാന മത്സ്യങ്ങൾ കൂട്ടമായി നമ്മൾ ആക്രമിക്കും. നമ്മുടെ സ്കെൽട്ടൻ മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ. അത്രയും മാരകമാണ് പിരാന മത്സ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നവയാണ് അനക്കൊണ്ട, പിന്നെ പിരാന മത്സ്യം. ഓക്കെ, യെസ്. അപ്പോ ഈ തെക്കേ അമേരിക്ക അങ്ങനെ പേര് വരാൻ കാരണം എന്താ? ഏകദേശം ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അതിനെ തെക്കേ അമേരിക്ക എന്ന് വിളിച്ചു. തെക്കേ അമേരിക്ക എന്ന വൻകരയെ കണ്ടെത്തുന്നത് തന്നെ 15ാം നൂറ്റാണ്ടിലാണ്. തെക്കേ അമേരിക്ക ആദ്യമായി കണ്ടെത്തിയത് പോർച്ചുഗൽ നാവികനായ പെട്രോ അൽവാരസ് കബ്രാൾ ആയിരുന്നു. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ്. ഈ ബ്രസീലാണ് ആര് കണ്ടെത്തുക? പോർച്ചുഗൽ നാവികനായ പെട്രോ അൽവാരസ് കബ്രാൾ കണ്ടെത്തുക 1500-ൽ. തുടർന്ന് മറ്റു ഭൂപ്രദേശങ്ങളൊക്കെ സ്പെയിൻ കോളനി നടത്തി. തെക്കേ അമേരിക്കയില് പോർച്ചുഗലിന്റെ കോളനിയായിരുന്നു ബ്രസീൽ. മറ്റ് രാജ്യങ്ങളെ കോളനിയാക്കിയത് സ്പെയിനുമായിരുന്നു. സ്പെയിനും പോർച്ചുഗലുമാണ് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളെ കോളനിയാക്കിയത്. അവിടെ കോളനിയാക്കിയതിനു ശേഷം സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ അവരുടെ ഭാഷയും മതവും സംസ്കാരവും ഒക്കെ പ്രചരിച്ചു. അതുകൊണ്ട് നിലവില് ബ്രസീലിലെ ഔദ്യോഗിക ഭാഷ ഏതെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസ് എന്ന് നമ്മൾ പറയുക. കേട്ടോ? പ്രസിദ്ധമാണ് ABC രാജ്യങ്ങൾ. തെക്കേ അമേരിക്കയിലെ ചില രാജ്യങ്ങളാണ് ABC രാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. തെക്കേ അമേരിക്കയിലെ ABC രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെ? അർജന്റീന, പിന്നെ ബ്രസീൽ, ചിലി എന്നിവ. അപ്പൊ ABC രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. ഏതൊക്കെയാണ് ABC രാജ്യങ്ങൾ എന്ന് പറയുന്നത്? അർജന്റീന, ബ്രസീൽ, ചിലി എന്നിവ. മറക്കല്ലേ. ഓക്കെ. ലോകത്ത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം, ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ബൊളീവിയയുടെ തലസ്ഥാനമായ ലാപാസ് ആണ്. ലാപാസ് എന്തിന്റെ തലസ്ഥാനം? ബൊളീവിയയുടെ. അത് ഒരു പ്രത്യേകതയാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ
തലസ്ഥാന നഗരം എന്ന് പറയുന്ന ലാപ്പാസ് ആണ്. ഏത് രാജ്യത്തിന്റെ തലസ്ഥാന? ബൊളീവിയയുടെ തലസ്ഥാനമാണ്. ക്ലിയർ? ലോകത്തെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസ് സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. ലോകത്തെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ആമസോൺ നമ്മൾ പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ നദിയായ ആമസോൺ. ലോകത്തെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ. അത് ജലത്തിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് നൈലാണ്. ഒരു സംശയമില്ല. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് നൈലാണ്, സംശയമില്ല. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ നദി എന്ന് ഉദ്ദേശിക്കുന്നത് ജലസമൃദ്ധമായ നദി, ഏറ്റവും കൂടുതൽ ജലം കാണപ്പെടുന്ന നദി ആമസോൺ തെക്കേ അമേരിക്കയിലാണ്. ഓക്കെ, ആൻഡീസ് പർവ്വതത്തിൽ നിന്നാണ് ഈ ആമസോൺ നദി ഉത്ഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ലോകത്തെ ഏറ്റവും നീളമേറിയ പർവ്വതനിര ആൻഡീസ് പർവ്വതനിരയാണ്. ആ പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ആമസോൺ. ആമസോണിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ്. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ നദി എന്ന് കണക്കാകുന്നത് ആമസോൺ തന്നെ. മറക്കില്ലല്ലോ. യെസ്. ഇനി ആമസോൺ നദീതടത്തിന്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്. ലോകത്തെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അറ്റക്കാമ, ലോകത്തെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ വരണ്ട മരുഭൂമിയായ അറ്റക്കാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ വരണ്ട മരുഭൂമിയായ അറ്റക്കാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. പിന്നെ തെക്കേ അമേരിക്കയെ സംബന്ധിച്ച് ധാരാളം പുൽമേടുകൾ കാണപ്പെടുന്നുണ്ട്. തെക്കേ അമേരിക്കയിൽ ധാരാളം പുൽമേടുകൾ കാണപ്പെടുന്നുണ്ട്. വടക്കേ അമേരിക്കയിലെ പുൽമേട് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന പ്രയറീസ് ആണ്. തെക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട പുൽമേടുകൾ PSC ചോദിക്കാറുണ്ട്. ഓക്കെ, തെക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട പുൽമേടുകൾ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഗ്രാൻഡ് സാക്കോ, സെൽവാസ്, വെൽഡ, കാമ്പോസ്, ലാനോസ്. ഗ്രാൻഡ് സാക്കോ, സെൽവാസ്, വെൽഡ, കാമ്പോസ്, പിന്നെ ലാനോസ്. ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓർത്തു വെച്ചിരിക്കുന്ന ഒരു കഥയുണ്ട്. അതൊരു മലയാള ചലച്ചിത്രത്തിലെ ഒരു കഥയാണ്. ചാക്കോ മാഷ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ചാക്കോ മാഷിന്റെ മോൻ. പുള്ളിക്ക് പഠിക്കാൻ വലിയ താല്പര്യമെങ്കിലും കണ്ടുപിടുത്തത്തിലൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതാണ് നായകൻ അല്ലേ? ഏ ഗണിതത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്, മാത്തമെറ്റിക്സിന് പ്രാധാന്യമുള്ള അധ്യാപകനാണ് ഗ്രാൻഡ് ചാക്കോ അല്ലെ? അതൊന്ന് മനസ്സിലൊന്ന് കൊണ്ടുവന്നേ. യെസ്, ഗ്രാൻഡ് ചാക്കോയുടെ മോൻ സെൽവൻ വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് കാമ്പോസ് എടുത്ത് ലാനോസിനെ കുത്തി അല്ലേ? അങ്ങനെ ആ ഒരു സിനിമയിൽ അങ്ങനെ ഒരു പോർഷൻ ഉണ്ട് അല്ലേ? ചാക്കോ മാഷിന്റെ മോൻ എന്ത് ചെയ്തു? ആ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന പോലീസ് കോൺസ്റ്റബിളിന്റെ മകന്റെ കയ്യിൽ കോമ്പസ് എടുത്ത് കുത്തുകയാണ്. വെറുതെ ഒന്ന് ധരിക്കുക, ഗ്രാൻഡ് ചാക്കോയുടെ മോൻ സെൽവൻ വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് കാമ്പോസ് എടുത്ത് ലാനോസിനെ കുത്തി. അപ്പൊ തെക്കേ അമേരിക്കയിലെ പുൽമേടുകൾ എന്തൊക്കെ? ഗ്രാൻഡ് ചാക്കോ, സെൽവാസ്, വെൽഡ, കാമ്പോസ്, ലാനോസ്. ഗ്രാൻഡ് ചാക്കോയുടെ മോൻ സെൽവൻ വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞുകൊണ്ട് കാമ്പോസ് എടുത്ത് ലാനോസിനെ കുത്തി. മറക്കൂലല്ലോ? ഇല്ല. ഇത് കോഡൊന്നുമല്ല, ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്, പെട്ടെന്ന് പേരുകൾ കിട്ടാൻ വേണ്ടി കേട്ടോ. അടുത്ത് പറയുന്നു കാലാവസ്ഥ. ഭൂമധ്യരേഖ പ്രദേശവുമായി ചേർന്ന് കിടക്കുന്ന തെക്കേ അമേരിക്കയുടെ ഭാഗങ്ങളിൽ ചൂട് കൂടുതലും മഴയും ലഭിക്കും. തെക്കേ അമേരിക്കയുടെ തെക്ക് ഭാഗത്ത് നമ്മുടെ അന്റാർട്ടിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശമായതുകൊണ്ട് ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടും. ഭൂമധ്യരേഖ പ്രദേശമായ തെക്കേ അമേരിക്കയിൽ അതിശക്തമായ ചൂടും മഴയും ലഭിക്കും. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്കുള്ള ഭാഗത്ത് അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ശൈത്യ കാലാവസ്ഥയും അനുഭവപ്പെടും. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. സസ്യജാലങ്ങൾ. ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്കയിലെ ജൈവ വൈവിധ്യം വളരെ സമൃദ്ധമാണ്. ആമസോൺ വാട്ടർ ലില്ലി, അനക്കൊണ്ട മുതലായവയ്ക്ക് പ്രസിദ്ധമാണ്. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതത്തിൽ ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടിയെ ലാമു പോലുള്ള സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ്. ഓക്കെ, ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടി, പിന്നെ ലാമ പോലുള്ള സസ്തനികൾ. ലാമ എന്ന സസ്തനി കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തെക്കേ അമേരിക്കയിലാണ്. ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടി കാണപ്പെടുന്നത് എവിടെ? വാട്ടർ ലില്ലി എന്നറിയപ്പെടുന്ന പുഷ്പച്ചെടി കാണപ്പെടുന്നത് എവിടെ? തെക്കേ അമേരിക്കയിൽ. ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശങ്ങളാണ് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ. അപ്പൊ തെക്കേ അമേരിക്കയിലെ പാൻഡനൽ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്.
എന്താണ് തെക്കേ അമേരിക്കയിലെ പാൻറ്റനൽ എന്ന് പറയുന്നത്? ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തണ്ണീർത്തടങ്ങളിൽ ഒന്നാണ് പാൻറ്റനൽ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ. സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിലാണ് കാണപ്പെടുക. കാപ്പിബാര കാപ്പിബാര ഈ മേഖലയിലാണ് കാണപ്പെടുക. ആ കാപ്പി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ലോകത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏതാണ്? തെക്കേ അമേരിക്ക. ഓക്കെ. യെസ്, മറക്കരുത്, ഇമ്പോർട്ടന്റ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന പ്രധാന സസ്യജന്തുജാലങ്ങൾ: ഒന്ന് ആമസോൺ വാട്ടർ ലില്ലി, പിന്നെ അനക്കൊണ്ട നമ്മൾ ആൾറെഡി പറഞ്ഞു. ആൻഡിയൻ ലൂപ്പിൻ, ആൻഡീസ് പർവ്വതനിരയിൽ കാണപ്പെടുന്ന പുഷ്പച്ചെടിയാണ് ആൻഡിയൻ ലൂപ്പിൻ. ലാമ എന്ന സസ്തനി, ലാമ എന്ന സസ്തനി, പിന്നെ കാപ്പിബാര എന്ന സസ്തനി. തെക്കേ അമേരിക്കയിലെ തണ്ണീർത്തട പ്രദേശമായ പാൻറ്റനൽ, തെക്കേ അമേരിക്കയിലെ തണ്ണീർത്തട പ്രദേശമായ പാൻറ്റനൽ. ഓക്കെയാണേ, മറക്കില്ലല്ലോ. യെസ്. അവിടെ നമുക്ക് പഠിക്കാം. തെക്കേ അമേരിക്കയിലെ സസ്യജാലങ്ങളുടെ ചിത്രങ്ങളാണ് നോക്കുക. നോക്കിയേ, ആൻഡിയൻ ലൂപ്പിൻ എന്ത് മനോഹരമാണ്. ആൻഡീസ് പർവ്വതനിരയിലെ ഈ ഒരു ചെടി. ആമസോൺ വാട്ടർ ലില്ലി നമ്മുടെ താമരയ്ക്ക് സമാനമായ, അല്ലെങ്കിൽ എന്താണ്, ജലത്തിൽ കിടക്കുന്ന ഒരു പുഷ്പമാണ്. ആമ്പലിനെ പോലെ അല്ലെങ്കിൽ താമരയെ പോലുള്ള ഒരു പുഷ്പം. ലാമ എന്ന സസ്തനി, കാപ്പിബാര എന്ന സസ്തനി. ഇത് രണ്ടും സസ്തനികൾ. ലാമ, കാപ്പിബാര എന്നീ സസ്തനികൾ. ചിത്രം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു കാണുന്നതിന് വേണ്ടി നൽകിയതാണ്. PSC ചോദിക്കുമ്പോൾ ലാമ എന്ന സസ്തനി കാണപ്പെടുന്ന ഇവിടെ? തെക്കേ അമേരിക്ക. കാപ്പിബാര എന്ന സസ്തനി കാണപ്പെടുന്ന ഇവിടെ? തെക്കേ അമേരിക്ക. ആമസോൺ വാട്ടർ ലില്ലി ആമസോൺ മഴക്കാട് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡീസ് പർവ്വതനിരയിൽ കാണപ്പെടുന്ന സസ്യമാണ് ലൂപ്പിൻ, അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലാമയും കാപ്പിബാരയും ഓർത്തു വെക്കാം. തെക്കേ അമേരിക്കയിലെ ജനങ്ങളിൽ അധികവും കൃഷി, മത്സ്യബന്ധനം, വ്യവസായം എന്നീ മേഖലയിൽ ഏർപ്പെട്ടവരാണ്. നമുക്കറിയാം, ബ്രസീൽ എന്ന് പറയുന്നത് കാർഷിക രാജ്യമാണ്. ബ്രസീൽ എന്ന കാർഷിക രാജ്യത്ത് നിന്ന് ഒട്ടനവധി സസ്യജാലങ്ങളെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ബ്രസീല് പോർച്ചുഗീസ് കോളനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രസീലിലെ നിലവിലെ ഔദ്യോഗിക ഭാഷ പോർച്ചുഗീസ് ആണ്. ആ ബ്രസീലിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് റബ്ബർ, കശുമാവ് തുടങ്ങിയവയൊക്കെ കൊണ്ടുവന്നത്. ശരിയല്ലേ? അപ്പൊ തെക്കേ അമേരിക്കയിലെ ജനങ്ങളിൽ അധികവും കൃഷി, മത്സ്യബന്ധനം, വ്യവസായം എന്നിവയിൽ ഏർപ്പെടുന്നവരാണ്. തദ്ദേശീയരും യൂറോപ്യരും ആഫ്രിക്കക്കാരും ഏഷ്യക്കാരും എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് സാംസ്കാരിക വൈവിധ്യം നിറഞ്ഞതാണ് തെക്കേ അമേരിക്ക. ഞാൻ പറഞ്ഞു, തദ്ദേശീയ തെക്കേ അമേരിക്കക്കാരെ കൂടാതെ ആദ്യമായി എത്തിച്ചേർന്നത് വിദേശീയരായ യൂറോപ്യരാണ്. യൂറോപ്യന്മാരെ കാരണം അവിടെ അടിമജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഫ്രിക്കക്കാരെ കൊണ്ടുപോയി, ഏഷ്യക്കാരെയും കൊണ്ടുപോയി. അങ്ങനെ സാംസ്കാരിക വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭൂപ്രദേശമാണ് തെക്കേ അമേരിക്ക എന്ന് പറയുക. ഇനി നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് പോകും. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്ന ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രി, ഭാരതി. മൈത്രി എന്ന ഗവേഷണ കേന്ദ്രവും ഭാരതിന്റെ ഗവേഷണ കേന്ദ്രവുമാണ് ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത്. കേട്ടോ, പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്ന ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രി, ഭാരതി എന്നിവ. നിങ്ങൾക്കത് അറിയാം. ഓക്കെ. ഈ മൈത്രിയും ഭാരതിയും ഇത് രണ്ടും കൂടാതെ ഒരെണ്ണം കൂടെയുണ്ട്. ഈ മൈത്രി എന്നാണ് സ്ഥാപിച്ചതെന്ന് അറിയാമോ? അതുകൂടെ നമുക്ക് പറഞ്ഞിട്ട് പോവാം. സാധാരണ നമ്മൾ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖല പഠിക്കുമ്പോഴാണ് അത് പഠിക്കേണ്ടത്. മൈത്രി എന്ന ഗവേഷണ കേന്ദ്രം രൂപീകരിച്ചത് 1989 എന്നാ രൂപീകരിക്കുക? 1989. ഭാരതി സ്ഥാപിക്കുന്നത് 2012. എന്നാൽ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ആദ്യ ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് ദക്ഷിണ ഗംഗോത്രിയാണ്. ദക്ഷിണ ഗംഗോത്രി. ദക്ഷിണ ഗംഗോത്രി സ്ഥാപിക്കപ്പെടുന്നത് 1984. രണ്ടാമത്തെ കേന്ദ്രമാണ് മൈത്രി 1989. മൂന്നാമത്തെ കേന്ദ്രമാണ് ഭാരതി 2012. ഈ 3 കേന്ദ്രം കൂടാതെ കാലാവസ്ഥാ പഠനത്തിന് വേണ്ടിയിട്ട് ഒരു കാലാവസ്ഥാ പഠന കേന്ദ്രമുണ്ട്. ഇത് 3ഉം ഗവേഷണ കേന്ദ്രങ്ങളാണ്. അന്റാർട്ടിക്കൻ പര്യടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി 1984, പിന്നെ മൈത്രി 1989, ഭാരതി 2012. ഇതുകൂടാതെ കാലാവസ്ഥാ പഠന കേന്ദ്രമുണ്ട്. കാലാവസ്ഥാ പഠന കേന്ദ്രം, ഇന്ത്യയുടെ കാലാവസ്ഥാ പഠന കേന്ദ്രം. അതെന്ത് പേരിൽ അറിയപ്പെടും? ഷിർമാർക്കർ ഒയാസിസ് എന്നാണ് അറിയപ്പെടുക. ഷിർമാർക്കർ എന്ന ഒയാസിസിൽ, ഒയാസിസ് എന്ന് പറയുമ്പോൾ മഞ്ഞുപാളിയിലാണ് സ്ഥിതി ചെയ്യുക. ഷിർമാർക്കർ.
ഷിർമാർക്കർ ഒയാസിസ്. ഷിർമാർക്കർ ഒയാസിസ് എന്നാണ് പറയുക. ഷിർമാർക്കർ ഒയാസിസ് ആണ് ഇന്ത്യയുടെ കാലാവസ്ഥാ പഠന കേന്ദ്രം. അപ്പൊ ഇന്ത്യയുടെ അന്റാർട്ടിക് പഠന കേന്ദ്രങ്ങൾ ആദ്യത്തെ ദക്ഷിണ ഗംഗോത്രി 1984, പിന്നെ മൈത്രി 1989, ഭാരതി 2012. കാലാവസ്ഥ പഠന കേന്ദ്രം ഷിർമാർക്കർ ഒയാസിസുമാണ്. സെറ്റ്. ഈ വൻകരയുടെ 98% അന്റാർട്ടിക് ഹിമപാളിയാണ്. 98% അന്റാർട്ടിക് ഹിമപാളിയാണ്. അതുകൊണ്ട് മനുഷ്യവാസം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, മനുഷ്യവാസം ഇല്ല. മനുഷ്യവാസം ഇല്ല. പക്ഷെ ഗവേഷണത്തിന് വേണ്ടി പോകുന്ന ആൾക്കാർ അവിടെയുണ്ട്. ഗവേഷണത്തിന് പോകുന്നവര് പ്രത്യേകമായി സജ്ജീകരിച്ച നമ്മുടെ ദക്ഷിണ ഗംഗോത്രി പോലെ, മൈത്രി പോലെ, ഭാരതി പോലെ പ്രത്യേകം സജ്ജീകരിച്ച ആവാസ കേന്ദ്രത്തിലാണ് അവർ താമസിക്കുക. അവർ സ്ഥിരതാമസമല്ല, ഗവേഷണത്തിന് പോകുന്നു, ഗവേഷണം കഴിഞ്ഞ് തിരിച്ചു വരും. ഓക്കെ. സ്ഥിരതാമസമില്ലാത്ത ഒരേ ഒരു വൻകരയാണ് അന്റാർട്ടിക് വൻകര എന്ന് പറയുക. ഓക്കെ. അന്റാർട്ടിക്ക നമ്മുടെ ഏത് ധ്രുവത്തിലാണ് കാണപ്പെടുക? ദക്ഷിണ ധ്രുവത്തിലാണോ അതോ ഉത്തര ധ്രുവത്തിലാണോ? ദക്ഷിണ ധ്രുവത്തിലാണ്. അതുകൊണ്ട് ഈ അന്റാർട്ടിക് വൻകരയെ ചുറ്റിക്കിടക്കുന്ന സമുദ്രത്തെ നമ്മൾ ദക്ഷിണ സമുദ്രം എന്നാണ് വിശേഷിപ്പിക്കുക കേട്ടോ. അപ്പോൾ അന്റാർട്ടിക്ക എവിടെയാണ്? ദക്ഷിണ ധ്രുവത്താണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ഇവയെ ചുറ്റിക്കിടക്കുന്ന സമുദ്രത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ദക്ഷിണ സമുദ്രം എന്ന് വിളിച്ചു. ആർട്ടിക് പ്രദേശത്ത് ഉള്ള സമുദ്രത്തെ നമ്മൾ ആർട്ടിക് സമുദ്രം എന്നല്ലേ വിളിക്കുക, അല്ലേ? ആർട്ടിക് ധ്രുവത്തിലുള്ളത്, ദക്ഷിണ ധ്രുവത്തിലുള്ളത് നമ്മൾ എന്തെന്ന് വിളിച്ചു? ദക്ഷിണ സമുദ്രം എന്ന് വിളിച്ചു. ആ ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഹിമപാളിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? യെസ്, അന്റാർട്ടിക് വൻകര എന്നറിയപ്പെടുക. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും രണ്ടായി വേർതിരിക്കുക. ഓക്കെ. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഈ അന്റാർട്ടിക് പർവ്വതനിര എന്തായി വേർതിരിക്കുക? കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്കയായിട്ട് വേർതിരിക്കുക. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം നമ്മൾ പഠിച്ചു അല്ലെ? ഏറ്റവും വലിയ പർവ്വതം ഏതാ? വിൻസെന്റ് മാസിഫ് ആണ്. ഏറ്റവും വലിയ കൂടിയ കൊടുമുടി വിൻസെന്റ് മാസിഫ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ തടാകം ഏത് എന്ന് ചോദിച്ചാൽ ഒസ്തേക്ക് തടാകമാണ്. അന്റാർട്ടിക്കയിലെ വലിയ തടാകം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന തടാകം ഒസ്തേക്ക തടാകം. ഈ ഒസ്തേക്ക തടാകം നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ഒസ്തേക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഭൂപ്രതലത്തിലല്ല, അന്റാർട്ടിക്കയുടെ പ്രതലത്തിലല്ല. ഏകദേശം 4000 മീറ്റർ താഴ്ചയിലാണ്. 4000 മീറ്റർ താഴ്ചയിലാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് കണ്ടെത്തിയേ? റഡാർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തി. അത് മാത്രം ദയവായിട്ട് ഓർമ്മിക്കാം. ഓക്കെ, മറക്കരുത്. അപ്പോൾ ട്രാൻസ് അന്റാർട്ടിക് പർവ്വതങ്ങളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വേർതിരിക്കുക. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് വിൻസെന്റ് മാസിഫ് നമ്മൾ പഠിച്ചു. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു അഗ്നിപർവ്വതങ്ങൾ പഠിച്ചില്ലേ മോശമല്ലേ? പഠിക്കണം. ഏതാണ്? മൗണ്ട് എറിബസ്. മൗണ്ട് എറിബസ് എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിൽ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോസ് ദ്വീപിലാണ്. അന്റാർട്ടിക്കയിലെ റോസ് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുക. അന്റാർട്ടിക്കയിലെ റോസ് ദ്വീപിലാണ് എന്ത് സ്ഥിതി ചെയ്യുക? മൗണ്ട് എറിബസ് എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുക. ഓക്കെ. അപ്പൊ അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൂടിയ കൊടുമുടി വിൻസെന്റ് മാസിഫ് നമ്മൾ പഠിച്ചു. അന്റാർട്ടിക്കയിൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് റോസ് ദ്വീപിലെ മൗണ്ട് എറിബസ് എന്ന് പറയുക. ക്ലിയർ ആണേ? ഒന്നുകൂടെ നമുക്ക് വിഷൻസ് ഉറപ്പിക്കാം. അന്റാർട്ടിക് എന്ന വൻകരയെ കിഴക്കൻ അന്റാർട്ടിക് എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക് എന്നും വേർതിരിക്കുന്നത് ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരയാണ്. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കിലെ ഭൂപ്രകൃതി വിഭവമാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക്കിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസെന്റ് മാസിഫ് ആണ്. ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിപർവ്വതം എന്ന് പറയുന്നത് മൗണ്ട് എറിബസ് ആണ്. ക്ലിയർ ആണോ? അത് സജീവ അഗ്നിപർവ്വതമാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. സജീവ അഗ്നിപർവ്വതമാണ് കേട്ടോ. അതുകൂടെ നമുക്ക് മെൻഷൻ ചെയ്യാം. സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറിബസ് എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകാം എന്ന കണക്ക്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ഏതാണ്? ഒസ്തേക്ക തടാകമാണ്. ലോകത്ത് തന്നെ ഏറ്റവും തണുപ്പ് കൂടിയ തടാകം ഒസ്തേക്ക തടാകമാണ്. പ്രതലത്തിൽ 4000 മീറ്റർ താഴ്ചയിൽ, അഥവാ 4 കിലോമീറ്റർ താഴ്ചയിലാണ് കാണപ്പെടുക.
റഡാറിന്റെ സഹായത്തോടു കൂടിയാണ് ഒസ്തേക്ക് തടാകം കണ്ടെത്തിയത്. അതും മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ. കാലാവസ്ഥ വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്ന ശീതമരുഭൂമിയാണ് അന്റാർട്ടിക്ക, അല്ലേ? അത് നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല. ശീതമരുഭൂമിയാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭൂപ്രദേശമാണ്. ഒയാസിസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. ഹിമപാളികളുടെ വിള്ളലുകളിൽ കൂടി കാണപ്പെടുന്ന പായൽവർഗ സസ്യച്ചെടിയെ ഒഴിച്ചാല് അന്റാർട്ടിക്കൻ ഭൂപ്രദേശങ്ങളിൽ മൊത്തം തരിശാണ്. സസ്യജാലങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. ഹിമപാളിയുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന പായൽവർഗ സസ്യങ്ങൾ ഒഴിച്ചാൽ മറ്റ് സസ്യജാലങ്ങളൊന്നും ഇവിടെ ഇല്ല, അന്റാർട്ടിക്കയിലില്ല. ഓക്കെ. പിന്നെ തീരപ്രദേശങ്ങളിൽ പെൻഗ്വിനുകളും സീലുകളും കാണപ്പെടുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ, ഉൾപ്രദേശത്തല്ല, തീരപ്രദേശങ്ങളിൽ, അത് ജലസാന്നിധ്യമുള്ള തീരപ്രദേശങ്ങളിൽ പെൻഗ്വിനുകളും സീലുകളും കാണപ്പെടുന്നുണ്ട്. സീലുകൾ ഏകദേശം പെൻഗ്വിനുകൾക്ക് സദൃശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ചിത്രം കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. പെൻഗ്വിനുകളും സീലുകളും. ദാ നോക്കിയേ, പെൻഗ്വിനുകൾ നമുക്കേറെ പരിചിതമാണ്, അല്ലെ? സീലുകൾ. പിന്നെ ഇതാണ് പായലുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അന്റാർട്ടിക്കയിലെ പ്രധാന സസ്യജന്തുജാലങ്ങൾ ഹിമപാളികൾക്കിടയിൽ കാണപ്പെടുന്ന പായലുകൾ, പിന്നെ പെൻഗ്വിൻ, സീലുകൾ. ഇത്ര മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ജനജീവിതം മനുഷ്യവാസം തീരെയില്ല. മറിച്ച് പരിസ്ഥിതി സവിശേഷതകളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന സാഹസിക യാത്രികരും മാത്രമാണ് ഇവിടെ എത്തിച്ചേരുക. സ്ഥിര മനുഷ്യവാസം ഇല്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക്. സാഹസികരായ നാവികരുടെ ചരിത്ര പ്രസിദ്ധമായ യാത്രകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 15-ാം നൂറ്റാണ്ടിലാണ് സമുദ്രപരിവേഷണം ആരംഭിക്കുക, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളായ പോർച്ചുഗലും സ്പെയിനും. അവയുടെ സഞ്ചാരമാണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നീ വൻകരകളുടെ കണ്ടെത്തലിന് കാരണമായത്. സമുദ്ര സഞ്ചാരം വ്യാപകമാക്കിയത്. ആ സമുദ്ര സഞ്ചാരം പിന്നീട് കോളനിവൽക്കരണത്തിലേക്കും സാമ്രാജ്യത്തിലേക്കും നയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ആ യൂറോപ്യന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക, അല്ലെ? യെസ്. യൂറോപ്യന്മാരെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ യൂറോപ്പിനെയും ഏഷ്യ വൻകരയും വേർതിരിക്കുന്ന പ്രധാന പർവ്വതനിര യൂറാൽ പർവ്വതനിര എന്നറിയാം. യൂറോപ്പിനെ നമ്മൾ പ്രത്യേകിച്ച് പിന്നീട് പഠിക്കാനുള്ളത് കൊണ്ട് ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക് സമുദ്ര പരിവേഷണം ആരംഭിച്ച ആദ്യ യൂറോപ്യൻ രാജ്യങ്ങൾ സ്പെയിനും പോർച്ചുഗലുമാണ് എന്ന കാര്യം ഓർമ്മിക്കാം. സമുദ്ര പരിവേഷണം ആരംഭിച്ചത് സ്പെയിൻ കൂടാതെ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ്. സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് ആദ്യമായി സമുദ്ര പരിവേഷണത്തിന് തുടക്കം കുറിക്കുക. ഓക്കെ. അപ്പോൾ സമുദ്ര പരിവേഷണത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത് സ്പെയിനും പോർച്ചുഗലുമാണ് എന്ന് ദയവായി ഓർമ്മിക്കണം. പിന്നെ നമ്മൾ പറയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്പെയിനും പോർച്ചുഗലുമാണ് സമുദ്ര പരിവേഷണത്തിന് തുടക്കം കുറിച്ചതെങ്കിലും അതിനുവേണ്ടി പരിശ്രമിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റലിയാണ്. ഇറ്റാലിയൻ നാവികരാണ് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചത്. സ്പെയിനിനും പോർച്ചുഗലിനും വേണ്ടി സമുദ്ര പരിവേഷണം നടത്തിയത് ആരായിരുന്നു? ഇറ്റാലിയൻ നാവികരായിരുന്നു. കൊളംബസ് ഉൾപ്പെടെ, മഗല്ലൻ ഉൾപ്പെടെ ഇറ്റാലിയൻ നാവികരായിരുന്നു. സമുദ്ര പരിവേഷണത്തിന് തുടക്കം കുറിച്ച സ്പെയിനും പോർച്ചുഗലും ആണെങ്കിലും ആർക്കു വേണ്ടി പരിവേഷണം നടത്തിയത് ഇറ്റാലിയൻ നാവികരാണ്. അതുകൊണ്ട് ഇറ്റലി എന്ന രാജ്യത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? കപ്പലോട്ടക്കാരുടെ നാട് എന്ന് വിളിക്കും. കപ്പലോട്ടക്കാരുടെ നാട്. കപ്പലോട്ടക്കാരുടെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ്. എന്തുകൊണ്ട്? സ്പെയിനിനും പോർച്ചുഗലിനും വേണ്ടി സമുദ്ര പരിവേഷണം നടത്തിയത് ഇറ്റലിക്കാരായിരുന്നു. ഓക്കെ. ഈ സ്പെയിനും പോർച്ചുഗലും കോളനിവൽക്കരണം ആരംഭിച്ചപ്പോൾ അതേ മാതൃകയില കോളനിവൽക്കരണം ആരംഭിച്ച രാജ്യമാണ് ബ്രിട്ടൻ, അല്ലെ? അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോ ഇറ്റലിയെ കുറിച്ച് നിങ്ങൾ ഇന്ത്യയിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ കേൾക്കാറുണ്ടോ ഇറ്റലി? ഇറ്റലിയിൽ റോമൻ സാമ്രാജ്യമൊക്കെ നമ്മൾ ആദ്യ ചാപ്റ്ററിൽ പഠിച്ചു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഇറ്റലി നമ്മൾ സർവ്വസാധാരണമായി നമ്മൾ റോഡ് വക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഒരു വാക്കാണ് ഇറ്റാലിയൻ മാർബിൾ, അല്ലെ? ലോകത്തെ ഏറ്റവും കൂടുതൽ മാർബിൾ ഉത്പാദിപ്പിക്കുന്നത് ഇറ്റലിയാണ്. അതുകൊണ്ട് മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ് കേട്ടോ. മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്ന ഇറ്റലിയാണ്. നമ്മൾ മാർബിള് രണ്ട് പേരുകളാണ് കാണുക, ഇറ്റാലിയൻ മാർബിളും രാജസ്ഥാൻ മാർബിളും, അല്ലെ? അപ്പൊ മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ് എന്ന് ദയവായി ഓർമ്മിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കപ്പലോട്ടക്കാരുടെ നാട് എന്നറിയപ്പെടുന്ന ഇറ്റലിയാണ്, മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്നതും ഇറ്റലി തന്നെയാണ് കേട്ടോ. അത് മനസ്സിലുണ്ടാവട്ടെ. യെസ്, ഇത്രയുമാണ് ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് യൂറോപ്പിനെ കുറിച്ച്. കൂടുതൽ അധികം കാര്യങ്ങൾ നൽകിയിട്ടില്ല. ഓക്കെ, നമുക്ക് അടുത്ത വൻകരകളിലേക്ക് പോവാം. ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വതനിര എന്ന് പറയുന്നത് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് ആണ്.
ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഗ്രേറ്റ് വിക്ടോറിയ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട വൻകരകളിലൊന്ന്. ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാനപ്പെട്ട മരുഭൂമിയുമാണ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. അപ്പോൾ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്ന ഓസ്ട്രേലിയൻ വൻകരയിലെ ഭൂപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് ബാരിയർ റീഫ്. അപ്പോൾ ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര ഏതാ? ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഓക്കെ, ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഓസ്ട്രേലിയയിലെ പ്രധാന മരുഭൂമി ഏതെന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് വിക്ടോറിയ. ഗ്രേറ്റ് വിക്ടോറിയ. ഓസ്ട്രേലിയയില് പവിഴപ്പുറ്റുകളാൽ നിബിഡമായ ഭൂപ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് ബാരിയർ റീഫ്. എല്ലാത്തിലും ഗ്രേറ്റ് ഉണ്ട്. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഓസ്ട്രേലിയയിലെ പ്രധാന മരുഭൂമി ഗ്രേറ്റ് വിക്ടോറിയ. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ ഭൂപ്രദേശം ഗ്രേറ്റ് ബാരിയർ റീഫ്. ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട നദീതീരമാണ് മുറേ ഡാർലിംഗ്. പ്രധാനപ്പെട്ട നദീതീരമാണ് മുറേ ഡാർലിംഗ്. ഓക്കെ അല്ലേ? ഇത് ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട കാർഷിക മേഖല കൂടെയാണ്. ഓക്കെ അല്ലേ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. ഇനി ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മൾ ആൾറെഡി പഠിച്ചു. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓസ്ട്രേലിയയിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെന്ന് പറയും? നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ക്ലാസ്സിൽ പഠിച്ചതാ. മൗണ്ട് കോസിയസ്കോ. മൗണ്ട് കോസിയസ്കോ. മറക്കൂലല്ലോ? യെസ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട പർവ്വതനിര ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കോസിയസ്കോ. പ്രധാന മരുഭൂമി ഗ്രേറ്റ് വിക്ടോറിയ. കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റുകളിൽ നിർമ്മിതമായ ഭൂപ്രദേശം ഗ്രേറ്റ് ബാരിയർ റീഫ്. പ്രധാന നദി എന്ന് പറയുന്നത് മുറേ ഡാർലിംഗ്. അതിന്റെ തീരത്ത് എക്കൽ സമ്പുഷ്ടമായ ഭൂപ്രദേശമാണ്. അതുകൊണ്ട് ഓസ്ട്രേലിയയിലെ പ്രധാന കാർഷിക മേഖലയാണ് മുറേ ഡാർലിംഗ് നദീതടം എന്ന് പറയുക. ക്ലിയർ ആണേ? കാലാവസ്ഥയെ കുറിച്ച് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം ഭൂപ്രദേശത്തും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുക. കാരണം ഏകദേശം ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശമാണ്. ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വരൾച്ചയുടെ തീവ്രത വർദ്ധിക്കുന്നു. വരൾച്ചയുടെ തീവ്രത വർദ്ധിക്കുന്നു. സമുദ്രതീരത്ത് അത്യാവശ്യം ജലസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഉൾപ്രദേശത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? വരൾച്ച വർദ്ധിക്കുകയും ചെയ്യും. ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട സ്ഥാനം ജന്തുജാലങ്ങൾ വ്യത്യസ്ത രീതിയിൽ പരിണമിക്കുന്നതിന് കാരണമായി. ഓരോ ഭൂപ്രദേശത്തും ഓരോ ഇനം ജന്തുജാലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. മാർസുപ്പിയലുകളും മുട്ടയിടുന്ന സസ്തനികളും ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ഓസ്ട്രേലിയ ജീവജാലങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, നമുക്ക് നോക്കാം ആ ജീവജാലങ്ങളെ. നോക്കി, പ്ലാറ്റിപ്പസ് സ്പീസ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. പ്ലാറ്റിപ്പസ്, എക്കിഡ്ന എന്നിവ കാണപ്പെടുന്ന ഒരേ ഒരു വൻകര ഏതാണ്? ഏതാണ്? ഓസ്ട്രേലിയ. യൂക്കാലി മരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ. അക്കേഷ്യ മരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ. ഇതൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ്. യൂക്കാലി മരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ അക്കേഷ്യ മരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും ഏതാണ്? ഓസ്ട്രേലിയയാണ്. പക്ഷെ മറ്റ് വൻകരകളിൽ അക്കേഷ്യ മരം യൂക്കാലിപ്സും ഒക്കെ ഇല്ലേ? ഉണ്ട്, കേരളത്തിലും ഉണ്ട്. കേരളത്തിലില്ലേ? ഉണ്ട്. പക്ഷേ യൂക്കാലി മരങ്ങളുടെ നാടെന്നും അതുപോലെ തന്നെ അക്കേഷ്യ മരങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നതും ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകല്ലേ, ഏതാണ്? ഓസ്ട്രേലിയയാണ്. മറക്കില്ലല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാ നമ്മൾ പറയുക? ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ജീവജാലങ്ങളെ കുറിച്ച് നമ്മൾ പറയാണ്. പ്ലാറ്റിപ്പസ്, എക്കിഡ്ന. പ്ലാറ്റിപ്പസ്, എക്കിഡ്ന. പിന്നെ കൊആല. കൊആല, യൂക്കാലിപ്സ്, അക്കേഷ്യ എന്നീ മരങ്ങൾ. നമ്മുടെ ഓസ്ട്രേലിയ വൻകരയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത് എന്ന് ചോദിക്കാം. ഓസ്ട്രേലിയ വൻകരയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ്? എമു. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ്? എമു ആണെന്ന കാര്യം ദയവായി ഓർമ്മിക്കുക കേട്ടോ. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തു വിഭാഗം എന്ന് പറയുന്നത് മാർസുപിയലുകളാണ്. എന്താണ്? മാർസുപിയലുകൾ. ഓസ്ട്രേലിയ വൻകരയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തു വിഭാഗം മാർസുപിയലുകളാണ്. ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന കങ്കാരു, കൊആല. കങ്കാരു നമുക്ക് പരിചിതമാണ് അല്ലെ? കങ്കാരു, കൊആല എന്നീ ജീവികളും എവിടെ തന്നെയാണ് കാണപ്പെടുക? ഓസ്ട്രേലിയയിൽ തന്നെയാണ്. ഓക്കെ, മുട്ടയിടുന്ന സസ്തനികളാണ് പ്ലാറ്റിപ്പസും എക്കിഡ്നയും.
കാണപ്പെടുന്ന ഓസ്ട്രേലിയയിൽ മാത്രമാണ്. സസ്യജാലങ്ങളിൽ യൂക്കാലിപ്സ് മരങ്ങളും വാറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യ ഉൾപ്പെടുന്നുണ്ട്. മറ്റ് വൻകരകളിൽ ഉണ്ടെങ്കിലും അവയുടെ ഉൽപ്പത്തി ഓസ്ട്രേലിയ വൻകരയിൽ ആയതുകൊണ്ട് യൂക്കാലി മരങ്ങളുടെ നാടെന്നും അക്കേഷ്യ മരങ്ങളുടെ നാടെന്നും അറിയപ്പെടുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകരയാണ് ഓസ്ട്രേലിയ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകരയാണ് ഓസ്ട്രേലിയ. മരുഭൂമിയുണ്ട്, ഗ്രേറ്റ് വിക്ടോറിയ നമ്മൾ പഠിച്ചു. എന്നാൽ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകരയാണ് ഓസ്ട്രേലിയ എന്ന് പറയുക. ഓക്കെ. പിന്നെ ഓസ്ട്രേലിയ വൻകരയിൽ ഒരു പുൽമേട് കാണപ്പെടുന്നുണ്ട്. ആ പുൽമേട് കൂടെ പഠിച്ചു വെക്കുക. ഡോൺസ് പുൽമേട്. ഓസ്ട്രേലിയ വൻകരയിൽ മരുഭൂമി ഉണ്ടോ എന്ന് ചോദിച്ചാൽ മരുഭൂമി ഇല്ല. മരുഭൂമി ഇല്ലാത്ത വൻകരയാണ്. പിന്നെ ഡോൺസ് പുൽമേട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഡോൺസ് പുൽമേട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെടാ? ഓസ്ട്രേലിയയിലാണ്. കേട്ടോ, മറക്കില്ലല്ലോ. സോറി, മരുഭൂമിയുണ്ട്, സജീവ അഗ്നിപർവ്വതങ്ങളാണ് ഇല്ലാത്തത് അല്ലെ. സജീവ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകരയാണ്. സജീവ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകരയാണ്. സജീവ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകരയാണ് ഓസ്ട്രേലിയ. മരുഭൂമി നമ്മൾ പറഞ്ഞല്ലോ, ഗ്രേറ്റ് വിക്ടോറിയ. സോറി, മൈ മിസ്റ്റേക്ക്. അപ്പോൾ ആധുനിക നഗരങ്ങളും പുരാതന നഗരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ. തദ്ദേശീയരായ ഗോത്ര വിഭാഗക്കാര് വളരെ പഴക്കമുള്ള സംസ്കാരത്തിന് ഉടമകളാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെൻ തുടങ്ങിയ നഗരങ്ങൾ ജനജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധവുമാണ്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓസ്ട്രേലിയ വൻകരയെ കുറിച്ച്. ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട പർവ്വതനിര ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് ആണ്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാനപ്പെട്ട മരുഭൂമികളിൽ ഒന്നാണ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളിൽ നിർമ്മിതമാണ്. മുറേ ഡാർലിംഗ് എന്നാണ് പ്രധാന നദി. അവയുടെ തീരത്താണ് പ്രധാന കാർഷിക മേഖല എന്ന് പറയുക. ഓസ്ട്രേലിയയിൽ ഏറ്റവും ഉയരം കൂടി കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് കോസിയസ്കോ ആണ്. വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുക. തീരപ്രദേശ സമുദ്ര സമീപമുള്ള പ്രദേശങ്ങളിൽ അത്യാവശ്യം വരണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ വളർച്ച തീവ്രത വർദ്ധിക്കുകയും ചെയ്യും. ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട സസ്യജന്തുജാലങ്ങൾ. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തു വിഭാഗം മാർസിപ്പീലുകൾ എന്നാണ് അറിയപ്പെടുക. ഉദരസഞ്ചിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന കങ്കാരുവും കോആലയും മാർസിപ്പീലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ. ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനികളായ പ്ലാറ്റിപ്പസും എക്കിഡ്നയും കാണപ്പെടുന്ന ഒരേ ഒരു വൻകര ഓസ്ട്രേലിയയാണ്. പിന്നെ എന്താ പറയുക, സസ്യജാലങ്ങൾ യുക്കാലിക മരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയയാണ്. അക്കേഷ്യ മരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് ജീവജാലങ്ങളെയും സസ്യങ്ങളെയും കാണാനായിട്ട് കഴിയും. പിന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി എമു ആണെന്ന് ഓർമ്മിക്കുക. ഓസ്ട്രേലിയ വൻകരയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി എമു ആണ്. ഡോൺസ് പുൽമേട് കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലാണ്. സജീവ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകര എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഓസ്ട്രേലിയക്ക്. ഓസ്ട്രേലിയയില് ഗോത്രനിവാസികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. ഗോത്രനിവാസികൾ ഓസ്ട്രേലിയയിലുണ്ട്. ആ ഗോത്രനിവാസികളുടെ ആയുധം ബൂമറാങ് എന്ന പേരിൽ അറിയപ്പെടും. നമ്മൾ കയ്യിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്ത് തിരിച്ചു വരുന്നതാണ്. ബൂമറാങ് എന്ന പേരിൽ അറിയപ്പെടും. നിങ്ങൾക്കറിയാം. ഓക്കെ. അപ്പൊ ഗോത്രനിവാസികളുടെ പ്രധാന ആയുധമാണ് ബൂമറാങ് എന്ന പേരിൽ അറിയപ്പെടുക. ലോകത്താദ്യമായി പ്ലാസ്റ്റിക് കറൻസി ഏർപ്പെടുത്തിയത് ഏത് രാജ്യമാണ്? ഓസ്ട്രേലിയ. അത് ദയവായിട്ട് ഓർമ്മിക്കുക. പ്ലാസ്റ്റിക് കറൻസി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഓസ്ട്രേലിയ വൻകരയിലെ ഓസ്ട്രേലിയ എന്ന രാജ്യമാണ്. പ്ലാസ്റ്റിക് കറൻസി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഓസ്ട്രേലിയ വൻകരയിലെ ഓസ്ട്രേലിയ. കേട്ടോ. യെസ്. ലോകത്ത് നിലവില് ഏറ്റവും മെച്ചപ്പെട്ട കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന ഓസ്ട്രേലിയ. അതുകൊണ്ട് സുവർണ കമ്പിളികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ് കേട്ടോ. എന്ത് പേരിൽ അറിയപ്പെടുക? സുവർണ കമ്പിളികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ് എന്ന് ദയവായി ഓർമ്മിക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. സുവർണ കമ്പിളികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ്. അതുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് എഴുതി വെക്കാം. സുവർണ കമ്പിളികളുടെ നാട് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ. എത്രയും കൃത്യമായി പഠിച്ചുറപ്പിക്കുക. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, 6ാം ക്ലാസ്സിലെ ഈ വൻകരകളെ കുറിച്ചുള്ള ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങളെ നൽകിയിട്ടുള്ളൂ.
അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് കൂടെ നമ്മൾ പഠിച്ചു. നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവിടെ SCERT ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളോട് കൂടുതൽ പഠിക്കേണ്ടി വരും. PSCക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ SCERT പുസ്തകത്തിലെ അതേ സെന്റൻസ് പഠിക്കേണ്ട. ഇനി SCERT പുസ്തകത്തിലെ മാത്രം കാര്യങ്ങൾ പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിക്കും. മനസ്സിലായോ? നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഇവിടെ ഈ ഒരു SCERT ചാപ്റ്ററിൽ പറയുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞു പോവുക. അതൊക്കെ PSCയുടെ മുൻവർഷ ചോദ്യവുമാണ്. അതുകൊണ്ട് SCERT പാഠപുസ്തകം മാത്രം പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല. SCERT പാഠപുസ്തകങ്ങളിലെ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പഠിച്ചുറപ്പിച്ചേക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ സന്തോഷത്തോടെ പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.